കൃഷ്ണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മയുടെ വീടാണെങ്കിൽ ഒരു മരണ വീട് പോലെ തന്നെയാണ്. ആകെ വിഷമിച്ചിരിക്കുകയാണ് ശാരദാമ്മ. കൂടെ ശ്യാമയും ശാരികയും രാജിയും ശാന്തയും ഒക്കെ ഉണ്ട്. ഇന്നും കൂടി ഇവിടെ മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുള്ളൂ, നാളെ മുതൽ അങ്ങനെ പറ്റില്ല എന്നും പറഞ്ഞ് ശാരദാമ്മ ആകെ വിഷമിക്കുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, അങ്ങനെ ഇറച്ചിവിട്ട് കടയിൽ നടത്താൻ പറ്റില്ലല്ലോ, ലൈസൻസ് ഒക്കെ വേണ്ടേന്ന്. അന്നേരം അതൊക്കെ അവൻ എങ്ങനെയും സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞ് ശാരദാമ്മ വീണ്ടും അങ്ങ് വിഷമിക്കുകയാണ്. തുടർന്ന് ശാന്ത പറയുന്നുണ്ട്, വിട്ടുകൊടുക്കരുത് ശാരദാമ്മയെ, ഹോട്ടൽ അവൻ സ്വന്തമാക്കിയെങ്കിൽ സ്വന്തമാക്കിക്കൊള്ളട്ടെ, പക്ഷേ ഈ വീടിരിക്കുന്ന ഭൂമിയിൽ അഗതികൾക്ക് കൊടുത്താലും അവന് വെറുതെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ശാന്ത ആശ്വസിപ്പിക്കുകയാണ്. തുടർന്നും രാജിയൊക്കെ ചോദിക്കുന്നുണ്ട് ഹോട്ടലിൽ, അപ്പോൾ അവിടെ ജോലിക്കാർ വരുമ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളായിരിക്കില്ലേ, അപ്പോൾ അവരിവിടെയൊക്കെ ആയിരിക്കും താമസിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് അത് കൂടുതൽ സങ്കടമാവുകയാണ്. എന്തായാലും കുഴപ്പക്കാരെ മാത്രമേ അവൻ കൊണ്ടുവന്ന് താമസിപ്പിക്കുള്ളൂ എന്നും പറഞ്ഞ് ശാന്തയും പറയുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയും മക്കളും കൂടി പിന്നെ എങ്ങോട്ട് പോകും എന്ന് ചോദിക്കുമ്പോൾ രാജി പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലേക്ക് വരാം, അവിടെ ശാരദാമ്മയുടെ മക്കളുടെ കയ്യിൽ കയറി പിടിക്കാനോ വീട് അവകാശം പറയാനോ ആരും വരില്ല എന്നൊക്കെ രാജി പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. രാജിയുടെ കൈയൊക്കെ പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് ശാരദാമ്മ. ഈ സമയത്താണ് ശാലിനി ശാരദാമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അന്നേരം ശ്യാമ ഫോൺ എടുക്കുന്നുണ്ട്. തുടർന്ന് ആശ്വസിപ്പിക്കാനായിരിക്കും നീ സംസാരിക്കുമെന്ന് ശാരദാമ്മ പറയുകയാണ്. തുടർന്ന് ഫോണുമായിട്ട് ശ്യാമ അങ്ങ് വെളിയിലേക്ക് പോവുകയാണ്. ഇതേ സമയത്ത് ശാരദാമ്മ ആകെ വിഷമിച്ച് വീണ്ടും സങ്കടങ്ങളൊക്കെ രാജിയോടും ശാന്തയോടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്യാമ ഓടിയൊന്ന് പറയുകയാണ്, നമ്മുടെ കടമൊക്കെ വീട്ടും, വിഷ്ണുവേട്ടൻ 2 ലക്ഷത്തിൽ കൂടുതൽ പ്രൈസ് മണിയുള്ള ഒരു സൈക്കിൾ റേസ് മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്ന്. അന്നേരം ഇങ്ങോട്ട് തന്നെ ഫോണെന്നും പറഞ്ഞ് ശാലിനിയോട് ഫോൺ വാങ്ങി ശാരദാമ്മ സംസാരിക്കുന്നുണ്ട്. അന്നേരം എന്ത് മത്സരമാണെന്ന് ചോദിക്കുമ്പോൾ മേരി മാതാ മില്ലിൻ്റെ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ 1ാം സമ്മാനം കിട്ടിയാലല്ലേ, 1ാം സ്ഥാനത്ത് എത്തിയാലല്ലേ സമ്മാനത്തുക കിട്ടുകയുള്ളൂ എന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം അമ്മ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ നേടും, അല്ലെങ്കിൽ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നാളെ മുതൽ ദേവിക്ക് ഒരു അർച്ചനയോ പൂവോ ഈ ശാലിനി അർപ്പിക്കില്ല എന്ന് ഞാൻ ശബ്ദം എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ദൈവദോഷം പറയരുത് എന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം നാടിന് വേണ്ടി അന്നമൂട്ടിയ ശാരദാമ്മ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തെരുവിലേക്ക് ഇറക്കി വിട്ടാൽ പിന്നെ ശ്രീകോവിൽ സ്വർണ്ണം പൂശിയ ദേവിയെ ഞാൻ എന്തിനു വന്ദിക്കണം എന്നൊക്കെ ശാലിനി തിരിച്ചു ചോദിക്കുന്നുണ്ട്. നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും, അമ്മ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഫോൺ വെക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ രാജിയോടും ശാന്തയോടും ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങ് റൂമിൽ നിന്ന് പോവുകയാണ്. അതേസമയം ശാരികയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇതെല്ലാം കേട്ടുകൊണ്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ്. ശാരികയെ ശാരദാമ്മ കുറ്റപ്പെടുത്തുന്നുണ്ട്. ശാരിക ചെയ്ത ഒരു മണ്ടത്തരമാണ്, ഒന്നും എഴുതാത്തൊരു മുദ്രപത്രത്തിൽ ഇവളല്ലാതെ ആരെങ്കിലും ഒപ്പിട്ട് കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരികയ്ക്ക് അങ്ങ് ആകെ വിഷമമാവുന്നുണ്ട്. തുടർന്ന് ശ്യാമ ഇങ്ങനെ ദേഷ്യത്തോടെ ശാരികയെ നോക്കുകയാണ് ശാരദാമ്മ പോയ ശേഷം. തുടർന്ന് ശാരികയും അങ്ങ് മുഖം കൊടുക്കാതെ അങ്ങ് റൂമിൽ നിന്ന് പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ സൈക്കിൾ റേസ് മത്സരം നടക്കുന്ന സ്ഥലമാണ്. അവിടെയാണെങ്കിൽ തടി കുറയ്ക്കേണ്ട മേരി മാതാ ടിമ്പർ മിൽ എന്നൊക്കെ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൽ പത്രോസ് വെച്ച അതിൻ്റെ ഉഗ്രൻ ബോഡിയൊക്കെ വെച്ച് ഇങ്ങനെ പത്രോസ് നിൽക്കുന്ന ഫോട്ടോയൊക്കെ വെച്ച് ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചിരിക്കുകയാണ്. തുടർന്ന് അത് നോക്കിയിട്ട് അതിൽ സിൽവർ ജൂബിലി എന്ന് എഴുതിയിരിക്കുന്ന കണ്ടിട്ട് പത്രോസ് ആണെങ്കിൽ ആ മാനേജറോടങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. ജയരാമനോട് ദേഷ്യപ്പെടുകയാണ്, സിൽവർ എന്ന് വെച്ചാൽ വെള്ളി എന്നല്ലേ, നിനക്ക് ഗോൾഡൻ ജൂബിലി എന്ന് അടിച്ചുകൂടായിരുന്നോ എന്ന്. അന്നേരം ജയരാമൻ തിരിച്ച് പറഞ്ഞ് തിരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഗോൾഡൻ എന്ന് പറഞ്ഞാൽ 50 ആണ്, സിൽവർ എന്ന് പറയുമ്പോൾ നമുക്ക് 25 ആയുള്ളൂ എന്ന്. അന്നേരം 25 ജൂബിലിക്ക് ഗോൾഡ് വാങ്ങിക്കാനായിട്ട് പാടില്ലേ, പിന്നെ നിനക്ക് വാങ്ങുന്ന കാശിന് അല്പമെങ്കിലും കടപ്പാട് കാണിക്കേണ്ട, സ്നേഹം വേണമിടാന്നൊക്കെ പറഞ്ഞ് ജയരാമനെ അങ്ങ് വഴക്ക് പറയുന്നുണ്ട്. അന്നേരം പത്രോസ് പോയ ശേഷം ജയരാമൻ പറയുകയാണ്, ദൈവമേ നീ മുതലാളിമാർക്ക് ആവശ്യം പോലെ പണവും പിന്നെ സൗകര്യങ്ങളും ഒക്കെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്, ഇച്ചിരി വിദ്യാഭ്യാസവും വിവരവും ബുദ്ധിയും കൂടി കൊടുക്കാൻ മേലായിരുന്നു എന്നൊക്കെ ജയരാമൻ അവിടെ നിന്ന് പറയുകയാണ്. തുടർന്ന് അവിടെ നിർമ്മല വരുന്നവരെയൊക്കെ സ്വീകരിക്കുകയാണ്. തുടർന്ന് ആ ബോർഡ് നോക്കിയിട്ട് ഒരു പെൺകുട്ടി ഒന്ന് ചോദിക്കുന്നുണ്ട്, നിർമ്മല ചേച്ചിയെ കുറിച്ചാണോ ഈ ബോർഡ് വെച്ചിരിക്കുന്നത്, തടി കുറയ്ക്കണ്ട എന്ന്. അത് കേൾക്കുമ്പോൾ നിർമ്മലയ്ക്കൊരു ക്ഷീണമാവുകയാണ്. അത് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, ഞാനും അച്ചായനും കൂടി പോകുമ്പോൾ ആനയാടും പോകുന്ന പോലെ എന്നാണ് ആൾക്കാർ പറയുന്നത്, പിന്നെ എന്തിനാ ഇങ്ങനെ ബോർഡ് വെച്ചെന്നൊക്കെ പറഞ്ഞ് നിർമ്മല പരിഭവമൊക്കെ പറയുകയാണ്. അന്നേരം നിനക്ക് തീറ്റി ഇത്തിരി കുറയ്ക്കണം, അപ്പം പൈസ എങ്കിലും ലാഭിക്കാം, നീ സത്യഭാമയെ കണ്ടുപഠിക്കുക എന്നൊക്കെ പത്രോസ് പറയുകയാണ്. അന്നേരം സത്യഭാമയെ കണ്ടുപഠിക്കാനോ എന്നൊക്കെ നിർമ്മല അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാമയും സുസ്മിതയും കൂടി കാറിൽ വരുന്നത്. അന്നേരം കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുസ്മിതയാണെങ്കിൽ ആ ബോർഡ് കാണുന്നുണ്ട്.
എഴുതിയിരിക്കുന്നുണ്ട്, തടി കുറയ്ക്കണ്ടെന്ന് എഴുതിയിരിക്കുന്നത്. അത് സത്യഭാമയെ കാണിച്ചിട്ട് പറയുകയാണ്, ദേ ആൻറ്റി ഇത് കണ്ടോ, ചുമ്മാതല്ല ആൻറ്റിയെ ഉദ്ഘാടനത്തിന് വിളിച്ചതെന്നൊക്കെ പറയുമ്പോൾ നിർമ്മലയ്ക്ക് ആ ഒരൊറ്റ നോട്ടത്തിൽ സുസ്മിതയെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. ഏതായി അവൾ എന്നിങ്ങനെ നിർമ്മല ചോദിക്കുകയാണ്. അന്നേരം അത് സുസ്മിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം നീ ഒന്ന് സൂക്ഷിച്ച് നോക്കിയെന്ന് നിർമ്മലയോട് പറയുമ്പോൾ നല്ല മുഖപരിചയം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരളയുടെ മോള് എന്നിങ്ങനെ നിർമ്മലയോട് സത്യഭാമ പറയുകയാണ്. അന്നേരം ആഹാ, അപ്പോൾ ഒന്നാം തരം കുഴുത്തിരുമ്പല്ലേ എന്ന് നിർമ്മല പറയുകയാണ്. അന്നേരം കുഴുത്തിരുമ്പോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേ, ഏഷണികയത്തിലും പരദൂഷണം പറച്ചിലും ആൾക്കാരെ തമ്മിലടിപ്പിക്കലും ഒക്കെയാണ് നിന്റെ അമ്മയുടെ പണി. നീയും കുഞ്ഞുനാളിലെ ഒട്ടും മോശക്കാരിയല്ലായിരുന്നു, ഇപ്പോഴും അതിനൊരു മാറ്റം ഇല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് നിർമ്മല അങ്ങ് കളിയാക്കുകയാണ്. അന്നേരം സുസ്മിതയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് രസിക്കുന്നില്ല. സുസ്മിതയുടെ മുഖം വല്ലാതെ വരുമ്പോഴും നിർമ്മല ഒരു തമാശ പറഞ്ഞതാണെന്ന് ഭാമ പറയുന്നുണ്ട്. ഓ, തമാശയായിരുന്നല്ലേ എന്ന് സുസ്മിത ചോദിക്കുകയാണ്. പക്ഷെ നിർമ്മല അത് മാറ്റി പറയുന്നൊന്നുമില്ല. തുടർന്ന് വാ ഭാമയെന്നും പറഞ്ഞ് സത്യഭാമയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. തുടർന്ന് സുസ്മിത വിചാരിക്കണം, ഞാൻ എന്തിനാണ് പോകുന്നത്, സത്യഭാമയ്ക്കല്ലേ ആനയും അമ്പാരിയും ഒക്കെ, ഞാൻ ഇങ്ങോട്ടങ്ങനെ നിൽക്കാമെന്നും പറഞ്ഞ് ആ ഫ്ലെക്സിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. ആ തടി കുറയ്ക്കണ്ട മേരി മാതാ ടിമ്പർ മിൽ എന്ന് എഴുതിയിരിക്കുന്ന പത്രോസിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചാൽ. അപ്പോൾ 2-3 പെൺകൊച്ചുങ്ങൾ വന്നിട്ട് പറയും, ദേ നിൽക്കുന്നു ഒരു തടിച്ചീന്ന്. അന്നേരം ഫോട്ടോയും നോക്കിയിട്ട് സുസ്മിതയും കണ്ടിട്ടാണ്, ആ വാചകവും വായിച്ചിട്ടാണ് പെൺകുട്ടികൾ അങ്ങനെ പറയുന്നത്. അന്നേരം നീ പൊടി നരുന്തേന്നും പറഞ്ഞ് ആ കുട്ടികളെ സുസ്മിത കളിയാക്കുന്നുണ്ട്. എന്നിട്ട് അവർ പോയ ശേഷം കുറച്ചൽപ്പം മാറി നിന്നേക്കാന്നും പറഞ്ഞ് സുസ്മിത അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. തുടർന്ന് പത്രോസ് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് ബൊക്കെയൊക്കെ കൊടുത്ത് സത്യഭാമയെ സ്വീകരിക്കുകയാണ്. അന്നേരം അത് വാങ്ങിയിട്ട് സുസ്മിത എവിടെയെന്നും പറഞ്ഞ് ചുറ്റും നോക്കുമ്പോൾ അവൾ അവിടെയെങ്കിലും കാണും, അവൾ വന്നോളും, വാ ഭാമയെന്നും പറഞ്ഞ് നിർമ്മല നിർബന്ധമായിട്ട് അങ്ങ് ഭാമയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇതേസമയം അവിടേക്ക് ശാലിനിയും വിജിലയും കൂടി പാർക്കുട്ടിയും കൊണ്ട് ഓട്ടോയിൽ എത്തുന്നുണ്ട്. ഓട്ടോയിൽ ഇറങ്ങുമ്പോൾ തന്നെ അവരെ ഫ്ലെക്സ് കാണുകയാണ്. അന്നേരം ദേ കണ്ടോ, തടി കുറയ്ക്കണ്ട, ഇത് വിഷ്ണുവേട്ടൻ്റെ സംഭാവന എന്നാണ് പറഞ്ഞതെന്ന് വിജിലയോട് അത് പറഞ്ഞ് ഫ്ലെക്സൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ശാലിനി. അതേസമയം സത്യഭാമയെ സ്റ്റേജിലേക്കൊക്കെ ഇരുത്തുകയാണ്. തുടർന്ന് കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിനെയാണ് അന്വേഷിക്കുന്നത്. അന്നേരം വിളിച്ച് നോക്കാമെന്ന് വിജില പറയുമ്പോഴേക്കും ശാലിനിയുടെ ഫോണിലേക്ക് ശാരിക വിളിക്കുകയാണ്. അന്നേരം അവിടെ എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവരിവിടെ നിൽക്കുന്നത് കണ്ട് സുസ്മിത ഇവരെ കാണുകയാണ്. ഇവരെന്താ ഇവിടെയെന്നും പറഞ്ഞ് സുസ്മിത എങ്ങനെ നിൽക്കുമ്പോഴാണ് ശാലിനിക്ക് ആ ഫോൺ വരുന്നത്. അന്നേരം എന്തായെന്ന് ചോദിക്കുമ്പോൾ തുടങ്ങിയില്ല, 9 മണിക്കെന്നാണ് പറഞ്ഞത്, ആളുകൾ എത്തുന്നേ ഉള്ളൂ എന്ന് പറയുകയാണ്. വിഷ്ണുവേട്ടൻ തന്നെ ഒന്നാം സ്ഥാനത്തെത്തും, പ്രൈസ് മണി നമുക്ക് തന്നെ കിട്ടും, അത് കൊടുത്ത് ബാലചന്ദ്രൻ്റെ കൈ കൊടുത്ത് ആ കുടുംബശ്രീയുടെ ആധാരം നമ്മൾ തന്നെ തിരിച്ചെടുക്കും, ചേച്ചി ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ ശാലിനി ഫോണിൽ പറയുമ്പോൾ സുസ്മിത ഇതെല്ലാം കേൾക്കുകയാണ്. ആഹാ, വിഷ്ണുവേട്ടൻ്റെ മത്സരത്തിനുണ്ടോ, അപ്പോൾ അതാണ് ഇവരുടെ പ്ലാൻ അല്ലേ എന്നും പറഞ്ഞ് സുസ്മിത ചിന്തിച്ചിരിക്കുകയാണ്. അന്നേരം നമുക്കൊരു ലൈവ് കമൻട്രി തരണേ ശാരിക, ശാലിനി നമ്മളെല്ലാം ആകാംക്ഷയിലാണ് എന്നൊക്കെ പറഞ്ഞ് ശാരിക അങ്ങ് ഫോൺ വെക്കുകയാണ്. തുടർന്ന് വിജില പറഞ്ഞതനുസരിച്ച് വിഷ്ണുവിനെ ശാലിനി ഫോൺ ചെയ്യുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. വിഷ്ണു ആണെങ്കിൽ റോഡിൽ കൂടി ഇങ്ങനെ സൈക്കിൾ ചവിട്ടി അവിടേക്ക് വരുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഇതേസമയം സുസ്മിത ചിന്തിക്കുകയാണ്, ഞാനിത്ര കഷ്ടപ്പെട്ട ഹോട്ടൽ പൂട്ടാൻ ശ്രമിക്കുമ്പോൾ നീ അത് തുറക്കാനായിട്ട് ശ്രമിക്കുന്നോ, എനിക്കതൊന്ന് കാണണം, വിഷ്ണുവേട്ടൻ ഫസ്റ്റ് എത്തുന്നതും കാണണം, ഫാമാൻറ്റി അല്ലേ ജഡ്ജ്, നിനക്ക് തുറക്കാൻ പറ്റുമെങ്കിൽ തുറക്ക് എന്നൊക്കെ സുസ്മിത അങ്ങ് മനസ്സിൽ ശാലിനിയെ വെല്ലുവിളിക്കുകയാണ്. ഇതേസമയം ബാലചന്ദ്രനും ഹരീഷും പിന്നെ വേറൊരു കൂട്ടുകാരനും കൂടി സൈക്കിള് മത്സരത്തിനായിട്ട് വരികയാണ്. ബാലചന്ദ്രനാണ് മത്സരിക്കുന്നത്, സൈക്കിളൊക്കെ കൊണ്ടാണ് വരുന്നത്. തുടർന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്, പത്മാവതി അമ്മ നിന്നെ ചൂലെടുത്ത് തല്ലിയതൊക്കെ നാട്ടിൽ മുഴുവൻ പാട്ടാണ്, അതിനിടയിൽ ഇപ്പം നീ നാട്ടുകാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ നെഞ്ചും വിരിച്ച് ചെന്ന് നിൽക്കണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെൻ്റെ ഒരു വാശിയാണ്, ബാലചന്ദ്രൻ ഒരാണാണ്, നീ നാട്ടുകാരെ മുഴുവൻ ഒന്ന് തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനാണെങ്കിൽ ഒരു കടുത്ത വാശിയിലൊക്കെയാണ്, മത്സരത്തിൽ പങ്കെടുക്കണം, ജയിക്കണം എന്നൊക്കെ പറഞ്ഞ്. തുടർന്ന് കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ ചോദിക്കുകയാണ്, അല്ല ഈ നാട്ടുകാർ പറയുന്നത് ശരിയാണോ എന്ന്. അന്നേരം എന്താണെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ, അല്ല നിനക്ക് 50 കഴിഞ്ഞ സ്ത്രീകളോടാണോ താല്പര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ അവനിങ്ങനെ തല്ലാനായിട്ട് കൈ ഓങ്ങുകയാണ്. അങ്ങനെ അയാളെ തടുക്കുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഇങ്ങനെ ഫോണുമായിട്ട് വരുന്ന സുസ്മിതയെ കാണുന്നത്. സുസ്മിത പെട്ടെന്ന് ബാലചന്ദ്രനെ കാണുമ്പോൾ തെല്ലൊന്ന് പേടിക്കുകയാണ്. ബാലചന്ദ്രന് സുസ്മിതയെ കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. പത്മാവതിയമ്മയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായ സുസ്മിത കാരണമാണ് ബാലചന്ദ്രന് മനസ്സിലായി കാണും. അവരങ്ങനെ പരസ്പരം ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുന്ന സീനോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ നാളത്തെ മത്സരം ബാലചന്ദ്രനും വിഷ്ണുവും തമ്മിലാണ്. പക്ഷേ വിഷ്ണു തന്നെ ജയിക്കും, സുസ്മിതയുടെ പ്ലാനൊന്നും അവിടെ നടക്കില്ല. ഓക്കെ, താങ്ക് യു.